എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ മുട്ട വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാമുറി സ്നാക്സ് ആണ്. കാണാനുള്ള ഒരു ഷേപ്പ് കൊണ്ട് വന്നിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ തേങ്ങാമുറി എന്നുള്ളത്. നമ്മളിതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു പലഹാരമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും മീഡിയം വലിപ്പമുള്ള ഒരു 2.5 സവാള ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നമുക്ക് ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടുന്ന ഒരു പരുവത്തിന് നമ്മളൊന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. ഇതൊരു 3 വലിയ പച്ചമുളക് മിക്സിയിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചൊവയൊന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു മസാലയുടെ ഒരു കളർ ചെറിയൊരു മഞ്ഞ കളറിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു സ്നാക്സ് നമ്മൾ മുറിക്കുമ്പോഴാണെങ്കിലും കാണാൻ ഒരു ഭംഗിയുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 150 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നല്ല പോലെ തന്നെ കുക്കറിലിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വേവിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയതായിട്ടൊന്ന് കറക്കിയിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞങ്ങ് പോവരുത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇതിലിപ്പോൾ കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂണിലും താഴെ നമുക്ക് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണിലും താഴെ ഇതുപോലെ കുറച്ച് മാത്രം നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചിട്ടെടുക്കണേ. കട്ടകൾ കാണാൻ പാടില്ല. ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു എരിവ് ഉപ്പൊന്ന് നോക്കുക. എരിവ് കറക്റ്റാണ്. ഉപ്പ് ഒരു സ്വല്പം മാത്രം ഒരു കുറവുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ഒന്ന് കുറയുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ ഇതിൽ കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്. ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുത്താലും മതി കേട്ടോ. ഇതുപോലെ മിക്സിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മിക്സിയിൽ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ ഇതുപോലെ നമ്മൾ കുറച്ച് മൈദ എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 5 കോഴിമുട്ട നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൈദയില്ലേ, ഈ ഒരു മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ.
ആ ഒരു മുട്ടയുടെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ മൈദയൊന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു മുട്ടയുടെ പുറമെ ഫുള്ളായിട്ട് മസാല വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു മുട്ടയിൽ ആ ഒരു മസാല നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൈദയിലൊന്ന് മുക്കിയിട്ടെടുക്കുന്നത്. ആ ഒരു മുട്ടയിൽ നിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയിൽ ഇതുപോലെ നന്നായിട്ട് മൈദയൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വല്ലതും കിടപ്പുണ്ടെങ്കിൽ കൈവച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ നിന്ന് അത്യാവശ്യം വലിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഈ ഒരു മുട്ടയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു കട്ടിക്കിരിക്കുന്ന രീതിയിൽ തന്നെ വേണം മുട്ടയിൽ നമ്മൾ ഇതുപോലെ മസാല വെച്ചൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുട്ടയിൽ ഫുള്ളായിട്ട് ഒരു മസാല വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ചെറിയതായിട്ട് ഇതുപോലൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കണേ. ആ ഒരു മസാലയിൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രയാസമാവും ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ വിള്ളലുകൾ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പോലെ തന്നെ ഷേപ്പാക്കി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇതുപോലെ നല്ല വലുതായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് നമ്മൾ ചെയ്യുന്നത്. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും വരാതെ നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഒരു 5 മുട്ടയും ഇതുപോലെ ഒരു മസാല കൊണ്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഒരു മസാല കറക്റ്റാണ് കേട്ടോ. 5 മുട്ടയ്ക്ക് കൂടുതലുമില്ല കുറവുമില്ല, കറക്റ്റ് അളവാണ്. നമ്മളിത് മുക്കിയെടുക്കുന്നതിന് മുമ്പ് മുട്ടയുടെ ആ ഒരു മിക്സ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. മുട്ടയിൽ നമ്മൾ ഇതുപോലെ മുക്കിയതിന് ശേഷം ഇനി നമുക്കൊരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഇത്രയും വലിയൊരു സ്നാക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുറമേ പൊട്ടിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 2 തവണ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കണേ. എങ്കിൽ മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിടത്തും പൊട്ടിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല, ഇതെല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇതുപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഈ ഒരു സ്നാക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇട്ട് നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. തീയൊന്നും നമ്മൾ ഒരുപാട് കുറച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും ഇതുപോലെ. അപ്പോൾ ഇതുണ്ടല്ലോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് ഇതുപോലെ കോരി മാറ്റാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ മുട്ട നന്നായിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മസാലയും നന്നായിട്ട് വെന്തതാണ്. പുറമേ ഉള്ളൊരു കോട്ടിങ് മാത്രം നല്ലപോലെ തന്നെ കളറ് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഫ്രൈ ആയി കിട്ടും. ഇത് ഞാൻ എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റാണ്. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു തേങ്ങാമുറി സ്നാക്സ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ സെൻറ്റർ ഭാഗത്തു നിന്ന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണിത് കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളത്. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു തേങ്ങാമുറി സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല മുരിഞ്ഞ് ഉള്ളിലാണെങ്കിലും ആ ഉരുളക്കിഴങ്ങിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഒരു മസാലയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മുട്ടയും കൂടെ കഴിക്കുമ്പോഴത്തേക്കും നല്ല കിട്ടിയിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.